ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി. പായം UP സ്കൂളിന് സമീപത്തായാണ് കാട്ടാനകളെ കണ്ടത്. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. സ്കൂളിന് അവധി പ്രഖ്യാപിച്ചു. 2 ആനകളാണ് ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. നിഖിലയാണ് വിവരങ്ങളുമായി ചേരുന്നത്. നിഖിൽ, ഇപ്പോഴും ആനകൾ അവിടെ നിലയുറപ്പിച്ച് നിൽക്കുകയാണോ? ഏതൊക്കെ തരത്തിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്? ഈ 2 ആനകളും ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. പായം UP സ്കൂളിന് പിറകുവശത്തെ ചെറിയ കുറ്റിക്കാടുള്ള മേഖലയിലാണ് 2 ആനകളും ഇപ്പോഴുള്ളത്. അവിടെ നിന്ന് സമീപ പ്രദേശങ്ങളിലേക്ക് നീങ്ങുന്നു എന്നതുകൂടിയാണ് മനസ്സിലാക്കുന്നത്. അവിടെയുള്ള തെങ്ങിൻ തോട്ടങ്ങളിലേക്കും റബ്ബർ തോട്ടങ്ങളിലേക്കും ഒക്കെയായി ഈ ആന ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൂടി ഒരു ആശങ്കയാകുന്നുണ്ട്. ഏതായാലും RRT സംഘം ഇപ്പോൾ പ്രദേശത്തേക്ക് സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആനയെ തുരത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ആറളം ഫാമിൽ നിന്ന് ഇന്നലെ 2 ആനകളെ തുരത്തിയിരുന്നു. ഈ ആനയാണോ ഇവിടേക്ക് എത്തിയത് എന്ന കാര്യത്തിലും ഇപ്പോൾ അങ്ങനെ ഒരു സംശയം കൂടി പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഏതായാലും വലിയ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഈ പ്രദേശത്ത് നൽകിയിരിക്കുന്നത്. പായം UP സ്കൂളിന് ഏതായാലും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ 2 ആനകൾ ആണ് നിലവിൽ പായത്തെ ജനവാസ മേഖലയിൽ എത്തിയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഈ ആനയെ തുരത്താനുള്ള നടപടികളിലേക്ക് വനംവകുപ്പ് അധികൃതരൊക്കെ കടക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായി അതിനുള്ള നടപടികളിലേക്ക് കടക്കണമെങ്കിൽ ഇതിനെ കുറച്ച് നിരീക്ഷിച്ച് ഇത് എങ്ങോട്ടാണ് പോകുന്നത്, ഇത് സ്വയം കാട് കയറി പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ പരിശോധിച്ചു വരുന്നത്. അതല്ലെങ്കിൽ ആനയെ തുരത്തുന്നതിനുള്ള മറ്റ് നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം. ശരി നിഖിൽ, എന്തായാലും കാട്ടാനയെ തുരത്താനുള്ള നടപടികൾ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്.